കൊടുങ്ങല്ലൂർ ദാറുസ്സലാം ജുമാ മസ്ജിദ് വഖഫിന്റെ സ്വത്ത് അപഹരിച്ചെന്ന പരാതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. പ്രദേശത്തെ ജനങ്ങളെ അറിയിക്കാതെ വഖഫ് മുതൽ കൈമാറ്റം ചെയ്തത് നീതിപൂർവമാണോ എന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വഖഫ് ഭൂമിയായാലും ദേവസ്വം ഭൂമിയായാലും അന്യാധീനപ്പെടാൻ പാടില്ല എന്നാണ് CPIM നിലപാടെന്നും അബ്ദുൽ ഖാദർ. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആ മഹലിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയില്ലാതെ ഇങ്ങനെ ഈ കമ്മിറ്റിയെ മാറ്റിയത്, മറ്റൊരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് നീതിപൂർവകമായ കാര്യമാണോ? അത് വ്യക്തമാക്കേണ്ടത് ഇത് ഈ ആരോപണം നേരിടുന്ന സംഘടനയുടെ സംസ്ഥാന നേതൃത്വമാണ്. ദേവസ്വം ഭൂമിയായാലും വഖഫ് ഭൂമിയായാലും അന്യാധീനപ്പെടാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇക്കാര്യത്തിലുമുണ്ട്. ലെവിൻ K. വിജയനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, വലിയ രീതിയിലുള്ള ഒരു വകമാറ്റലാണ് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം നടത്തിയത് എന്നതിൻ്റെ ഓരോ വിവരങ്ങളാണ് ലെവിൻ ഓരോ ദിവസങ്ങളായി പുറത്തു കൊണ്ടുവരുന്നത്. അവിടെ വിശ്വാസികളുടെ വലിയ സമരം നടക്കുകയാണ്. ഇപ്പോൾ CPIM ഇതിനെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന വഖഫ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ വെളിച്ചത്ത് വന്ന സാഹചര്യത്തിലാണ് CPM ജില്ലാ സെക്രട്ടറിയുടേതായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ CPMനെതിരെ പ്രതികരിക്കുന്നില്ലെങ്കിലും ഈ സമരത്തിന് പിന്നിലും ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിലും CPM ആണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രചാരണം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നിരന്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അടക്കം ആളുകൾ ഇത്തരം പ്രചാരണങ്ങൾക്ക് സന്ദേശങ്ങൾ എഴുതി നൽകുന്ന ഒരു രീതിയുണ്ട്. അത് താഴെത്തട്ട് മുതൽ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും CPMനെ നിരന്തരമായി ഈ പള്ളിക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. ഇതേ തുടർന്നു കൂടിയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. വഖഫ് സ്വത്ത് കൈമാറ്റം ചെയ്തതും അത് തട്ടിയെടുത്തതും നഷ്ടപരിഹാരം പള്ളിക്ക് ലഭ്യമാകേണ്ട പണം അത് തങ്ങളുടെ അധീനതയിലേക്ക് എത്തിച്ചതും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ചേർന്ന് നടത്തിയ അഴിമതിക്കും പിന്നിൽ സംസ്ഥാന നേതൃത്വം വ്യക്തമായ മറുപടി പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വെളുത്തകടവിലെ വിശ്വാസികൾ സമരം ചെയ്യുന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാതെ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം മറുപടി പറയുകയാണ് വേണ്ടതെന്നും CPMൻ്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറയുന്നു. പ്രദേശത്തെ ജനങ്ങളെ അറിയിക്കാതെ വഖഫ് മുതൽ കൈമാറ്റം ചെയ്തത് നീതിപൂർവമാണോ എന്നുള്ള കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പറയേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വഖഫിൻ്റെ ഭൂമിയായാലും ദേവസ്വം ഭൂമിയായാലും അന്യാധീനപ്പെടാൻ പാടില്ല എന്നുള്ളത് CPMൻ്റെ പൊതു നിലപാടാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് വെളുത്തകടവിൽ നടന്നത്. ദാറുസ്സലാം മസ്ജിദിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തങ്ങളുടെ അധീനതയിൽ എത്തിക്കുകയും ആ പണം ഉപയോഗിച്ച് വ്യക്തിപരമായി കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തത് ഇതിന് വിരുദ്ധമായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ CPMനെ പഴിചാരുകയല്ല വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ വ്യക്തമാണ് ലെവിൻ. വിശദമായി നമുക്ക് ഈ വാർത്തയിലേക്ക് ഉൾപ്പെടെ മടങ്ങി വരേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ ദാറുസ്സലാം ജുമാ മസ്ജിദിന്റെ വഖഫ് സ്വത്ത് അപഹരിച്ചെന്ന പരാതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് CPIM.